السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹു ഉസ്താദ് ഇബ്രാഹിം മലൈബാരി അവർകളെ, ഇവിടെ ഉദ്ഘാടനം നടത്തിയ യമാനി ഉസ്താദ് അവർകളെ, സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയ സുഹൃത്ത്, നമ്മുടെ ലൈവ് സംഘടിപ്പിക്കുന്ന, ലൈവ് നടത്തിത്തരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, വളരെ മഹത്തായ പുണ്യമേറിയ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലു നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, പണ്ഡിതന്മാര്, സർവോപരി നമ്മളെല്ലാവരും അനുസ്മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും കാര്യദർശിയുമായിരുന്ന ഇബ്രാഹിം അഷ്റഫി ഉൾപ്പെടെ എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തിൽ ഒരുമിപ്പിച്ചു തരുമാറാകട്ടെ. ആ ബാക്കിലുള്ളവരൊന്നും ഇങ്ങോട്ട് ഇരുന്നൂടെ? ഇങ്ങോട്ട് മുമ്പിൽ ഒരുപാട് സീറ്റ് ഒഴിവുണ്ട്, ഇങ്ങോട്ട് വരി. സദസ്സിന്റെ ഹുർമത്തും ബറക്കത്തും കിട്ടണമെങ്കിൽ ബാക്കിലിരിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കുക. ആ ബാക്കിൽ നിന്ന് എല്ലാവരും പോരി, ഇവിടെ കുറേ സീറ്റ് ഒഴിവുണ്ട്. പ്രവർത്തകര്, അത്യാവശ്യമുള്ളവര് സദസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പുറത്തു നിന്ന്, ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് വരി. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നാം അനുസ്മരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന, നിങ്ങളുടെ നാട്ടുകാരനായിരുന്ന, സർവോപരി സമസ്തയുടെ കർമ്മധീരനായ പ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം അഷ്റഫി, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ജീവിക്കുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നു. പക്ഷേ ഇബ്രാഹിം അഷ്റഫിയുടെ ജീവിതവും മരണവും പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ചോദിക്കാൻ പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലും അവർ ഒരുപോലെയല്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ മാത്രം പോരാ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരെ കൂടെയാവണം.
സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, സത്യം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവര്, അവരുടെ കൂടെയാവണം നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിൽ 1,900 സംഘടനകൾ ഉണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇവിടെ ഒരൊറ്റ സംഘടനയുള്ളൂ. അത് നമുക്ക് വളരെ വ്യക്തല്ലേ. രാജ്യവ്യാപകമായി പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ, ശരീഅത്തിനെ ഭേദഗതി വരുത്താനും വ്യക്തി നിയമത്തെ ഹനിക്കാനും അവകാശങ്ങളെ ധ്വംസിക്കാനും ഭരണകൂട ഭീകരതയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ കൈപിടിച്ചുയർത്താൻ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി അവസരത്തിനൊരുത്തുയരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാടൊട്ടാകെ ശരീഅത്തിന് വേണ്ടി പ്രഭാഷണങ്ങള്, ശരീഅത്തിന് വേണ്ടി പ്രമേയങ്ങള്, ശരീഅത്തിന് വേണ്ടി സമ്മേളനങ്ങൾ നടത്തിയിട്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാര്, പ്രായമുള്ള നേതാക്കന്മാര് എല്ലാ വിശ്രമവും മാറ്റിവെച്ചുകൊണ്ട് ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടി അവര് ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഏക സിവിൽ കോഡ്. എന്താ ഈ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ പലർക്കും അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല. നാം ന്യൂനപക്ഷമാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ വ്യക്തി നിയമം, ഖുർആൻ അനുസരിച്ചുള്ള നിയമം, ആ നിയമം അനുസരിച്ചാണ് ഇവിടെ എല്ലാവർക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു അവകാശമാണ്. പക്ഷേ അത് മാറ്റിയിട്ട് ഇവിടെ നോക്കി നിങ്ങള് ത്വലാഖ്, മുത്തലാഖ്. എന്താ ഈ മുത്തലാഖ്? ഡൈവോഴ്സ് എല്ലാവരും ഇല്ലേ? മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും ഇപ്പൊ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഡൈവോഴ്സ് ആവാൻ. 8 വർഷം മുമ്പ് നടത്തിയ അവരുടെ വിവാഹം അത് ഡൈവോഴ്സായി കിട്ടാൻ വേണ്ടി കേരള മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഡൈവോഴ്സ് എന്ന് പറയുമ്പോൾ പ്രശ്നമില്ല, ത്വലാഖ് എന്ന് പറയുമ്പോ അതെല്ലാവർക്കും പേടിയാ. അതുപോലെ എന്താ ഇവരൊക്കെ ഉദ്ദേശം? ഈ ത്വലാഖെല്ലാം മാറ്റിയിട്ട് എല്ലാം കോടതി മുഖേന ചെയ്യാ, അങ്ങനെ നിക്കാഹും കോടതി മുഖേന ചെയ്യാ, എന്നിട്ട് പഞ്ചായത്ത്, പെണ്ണിന്റെ പഞ്ചായത്തുനിന്നും അതുപോലെ പുതിയാപ്പളുടെ പഞ്ചായത്തുനിന്നും ആള് വന്ന് നിക്കാഹ് നമ്മൾ പുരക്ക് സ്ഥാനം നോക്കുന്നത് പോലെ, പുരക്ക് പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ ഗവൺമെന്റിന്റെ കീഴിലാക്കാൻ നോക്കുക. അപ്പൊ മഹല്ല് സംവിധാനങ്ങളാണ്, അതിന്റെ ഭദ്രതയാണ് തകരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരെ വരുമ്പോൾ അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാര് പ്രവർത്തിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ഹിമ്മത്ത് കൊടുക്കുമാറാകട്ടെ. ആ പണ്ഡിത സംഘടനക്ക്, ആ പണ്ഡിത വ്യൂഹത്തിലൊരംഗമായി നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം അഷ്റഫി തന്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് ഈ റഹീമിയ നഗർ തടിച്ചുകൂടിയത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആൾക്കൂട്ടത്തിനാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, എവിടുന്നാണ് ആളുകൾ വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട്, സമസ്തക്ക് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹു കൊടുത്തതായ ഒരു മഹത്വമാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ ഇമാമ് നിന്ന് അവര് ദുആ ചെയ്ത് അങ്ങനെ നല്ല നിലക്ക് അദ്ദേഹത്തെ യാത്രയാക്കി. അള്ളാഹു നമ്മെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ചെറുപ്പത്തിൽ തന്നെ സ്കൂള് നിർത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ അഭിവന്യരായ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചത്. ചെറുപ്പത്തിൽ തന്നെ യതീമായിട്ടാണ് ഇബ്രാഹിം അഷ്റഫി വളർന്നത്, അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാലോ. അങ്ങനെ വളരെ പാവമായി വന്ന് പഠിച്ചു, ബിരുദമെടുത്ത് അദ്ദേഹം നാട്ടിലും നാടിന്റെ പല ഭാഗങ്ങളിലും ആത്മാർത്ഥമായി സേവനം ചെയ്ത്
സർവോപരി സമസ്തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ ഊണും ഉറക്കവും ഒഴിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, മറ്റു പ്രവർത്തകരിൽ പലർക്കുമില്ലാത്ത ഒരുപാട് ഗുണങ്ങളും സിദ്ധികളും അദ്ദേഹത്തിനുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ധൈര്യം തന്നെ. ഏത് സംഘടനാ വിരുദ്ധകരുടെ ഇടയിലും ആശയപ്പൊരുത്തമില്ലാത്ത ആളുകളുടെ ഇടയിൽ വെക്കും ധൈര്യസമേതം കയറി ചെല്ലും. എന്റെ അനുഭവത്തിൽ തന്നെ ഈ സംഘടനയുമായിട്ടൊന്നും വലിയ ബന്ധമില്ല ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോ സംഘടന വിരുദ്ധർ കൂടുതലുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ പൊതുവെ ഞാൻ മടിക്കുമായിരുന്നു. പക്ഷേ ഇബ്രാഹിം അഷ്റഫി വിളിക്കും, ഞാനുണ്ട്, നിങ്ങൾ എന്തിനു പേടിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് മൂപ്പര് മുമ്പിൽ നിന്നിട്ട് കൊണ്ടുപോകല. അത്രക്ക് ധൈര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉരുളക്കുപ്പേരി മറുപടി മൂപ്പര ഭാഗത്തു നിന്നുണ്ടാവും. അപാരമായ ധൈര്യം, കർമ്മധീരത, ആത്മാർത്ഥത, എല്ലാം ദീനിനു വേണ്ടി. അങ്ങനെ വേറിട്ടൊരു പ്രവർത്തകനായിരുന്നു നമ്മുടെ ഇബ്രാഹിം അഷ്റഫി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫിനെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ വന്ന് ബൈക്കെടുത്ത് അവിടെ ചെന്നപ്പോഴേക്ക് ഇസ്മായിൽ സഖാഫി ചോദിക്കുന്ന, എവിടുന്ന അഷ്റഫിക്ക് ഇയാളെ കിട്ടിയത്? അപ്പൊ നേരത്തെ നേതാക്കന്മാരേറ്റും അതുപോലെ ആത്മീയ നേതാക്കളേറ്റൊക്കെ നല്ല ബന്ധമായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. സിയാറത്തിന് പോകും. ഉള്ളാളത്ത് സിയാറത്തിന് പോകുമ്പോ കാസർഗോഡ് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വരും. അവിടെ രാത്രി തങ്ങും. ഇപ്പോഴല്ല, പണ്ടേ അദ്ദേഹം ചെയ്തിരുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഉള്ളാള് സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ പള്ളിയിൽ വന്ന് അദ്ദേഹം രാത്രി തങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്തുല്യനായ ഒരു പ്രവർത്തകനാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ അറിയുന്ന നമ്മുടെ സമസ്തയിലുള്ള പണ്ഡിതന്മാരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായ മയ്യത്ത് നിസ്കാരവും ദുആയും ഒക്കെ നടന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചെയ്യേണ്ടത് ആ ജീവിതം നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മൾ പഠിക്കുന്നത് സമസ്തയുടെ മദ്രസയിലാണ്. ഖുർആൻ അതല്ലേ പറഞ്ഞത്, ഇത്തഖുല്ലാഹ വകുനൂ മഅസ് സ്വാദിഖീൻ. സത്യം പറയുന്നവരോട് കൂടെ നിങ്ങൾ വേണം. അള്ളാഹുവിനെ ഭയപ്പെടണം. സത്യം പറയുന്നവരോട് കൂടെ നിങ്ങൾ ഒരുമിച്ച് കൂടണം. യദുല്ലാഹി അലൽ ജമാഅ. സംഘത്തിനാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും തട്ട് പറഞ്ഞാൽ അപ്പ മറുപടി വരും ഇബ്രാഹിം അഷ്റഫിന്റെ അടുത്തുനിന്ന്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് ആദം എന്നായിരുന്നു, അല്ലേ? ആണ്. അപ്പോ ദർസിൽ ഇങ്ങനെ പഠിക്കുമ്പോ മുരിക്കാത്തിൽ കുലൂബില് യബ്ന ആദം എന്നുള്ള ഇങ്ങനെ വരുമല്ലോ, ആദമിന്റെ മോനെ, ആദമിന്റെ മോനെ. അപ്പൊ കുട്ടികൾ മൂപ്പരോട് വിളിക്കും യബ്ന ആദം. ആരെ? ഇബ്രാഹിം അഷ്റഫിയെ. അപ്പൊ മൂപ്പര് പറയും, നിങ്ങൾ വിളിച്ചോളി, വലക്കത് കറംനാ ബനി ആദം. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. ഒരു തമാശക്ക് പറയുമായിരുന്നു, വലക്കത് കറംനാ ബനി ആദം, ഞാൻ ആദമിന്റെ മോനാണ്, ആദമിന്റെ മോനെ അള്ളാഹു ബഹുമാനിച്ചു എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ എന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ ഭക്ഷണത്തിന് പോകുന്നത് വരെ ഒരു റൂട്ടിലായിരുന്നു. മൂപ്പരുടെ വീട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭക്ഷണ വീടുണ്ടായിരുന്നത്. ഒരു ആത്മാർത്ഥമായ സ്നേഹിതനാണ് വിട പറഞ്ഞു പോയ ഇബ്രാഹിം അഷ്റഫി. സ്നേഹിതന്മാര് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ കാണുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ. പരിശുദ്ധ ഇസ്ലാമിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താ? ഫ്രണ്ട്സ് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ, ഇപ്പൊ ഒരാൾ ജുമുഅ, ഇത് മസല പറയാണ്,
ജുമഅക്ക് നിന്ന് കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട്സ് പോകും, അവൻ ഒറ്റപ്പെടും. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അവനക്ക് ജുമഅ നിർബന്ധമില്ല, ജുമഅ ഒഴിവാക്കാമെന്ന് മസ്അലയുണ്ട്. ഒളുവിന് വെള്ളമില്ലെങ്കിൽ, ഒളു എടുക്കുന്ന സമയത്ത് വെള്ളമില്ലെങ്കിൽ വെള്ളം തേടി പോകണം. അങ്ങനെ വെള്ളം തേടി പോകുമ്പോൾ ആത്മാർത്ഥമായ ചങ്ങാതി മിസ്സാവുകയാണെങ്കിൽ ഓൻ വെള്ളം തേടി പോകണ്ട, പിന്നെ എന്ത് ചെയ്താ മതി? തയമ്മും ചെയ്താ മതി. എന്താ കാര്യം? ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. ആത്മാർത്ഥമായ ചങ്ങാതി. A friend indeed, a friend in need is a friend indeed. ആവശ്യ സമയത്തിൽ കിട്ടുന്ന ഫ്രണ്ടാണ് യഥാർത്ഥ ഫ്രണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പൈസ ഉണ്ടാകുമ്പോ നമ്മെ സ്നേഹിക്കും, പൈസ ഉണ്ടാകുമ്പോ നമ്മെ പിന്നാലെ വരും. പൈസ കാലിയായാൽ നമ്മുടെ ഒപ്പം ഉണ്ടാകൂല. ഇതല്ല യഥാർത്ഥ സ്നേഹിതൻ. യഥാർത്ഥ സ്നേഹിതനാകുമ്പോൾ ആപത്ത് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോഴും അപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന അവനാണ് യഥാർത്ഥ സ്നേഹിതൻ. നല്ല സ്നേഹിതന്മാര് വേണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരുടെ പ്രസ്ഥാനം, കൂട്ടുകാരുടെ മതം, കൂട്ടുകാരുടെ ചര്യ, സ്വഭാവം അതൊക്കെയായിരിക്കും അവനക്ക് ഉണ്ടായിരിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. മനുഷ്യനെ പറ്റി ചോദിക്കണ്ട, അവന്റെ കൂട്ടുകാരനെ പറ്റി ചോദിച്ചാൽ മതി. ഓരോരുത്തർക്കും തന്റെ കൂട്ടുകാരന്റെ സ്വഭാവം ഉണ്ടാകുമെന്ന് ഒരു കവി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നല്ല ഒരു സ്നേഹിതനും ആത്മാർത്ഥമായൊരു സുഹൃത്തുമാണ് ഇബ്രാഹിം അഷ്റഫിയുടെ വിരഹത്താൽ, അദ്ദേഹത്തിന്റെ വഫാത്തിനാൽ നമുക്കുണ്ടായത്. അള്ളാഹു പകരം നൽകുമാറാകട്ടെ. മരണം അത് വലം യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു തആല അവധി തന്നു കഴിഞ്ഞാൽ ഒരു നഫ്സിനെയും പിന്തിക്കൂല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖ്ദിമൂന വലാ യസ്തഅഖിറൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും പിന്തിക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഒരു നഫ്സിനെയും ഒരു ജീവിയെയും ഒരു സെക്കൻഡ് സമയം അല്ലാഹു തആല എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പിന്തിക്കൂല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽ ചിലർ യുവാവാകുന്ന സമയത്ത് തന്നെ മരിക്കും, ചിലർ കുട്ടിക്കാലത്ത് തന്നെ മരിക്കും. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. നിങ്ങളിൽ ചിലരെ വളരെ മൂപ്പത്തിയതായ പ്രായത്തിലേക്ക് എത്തിക്കും. ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ഷൈആ. എല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാത്തതായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിൽ ചിലരെ മാറ്റപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ ഒരു കാലവും വരാനുണ്ട്, ഒന്നും അറിയാത്തൊരു കാലം. അള്ളാഹു മരണം വരെ നമുക്കെല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പോ യബ്ന ആദം എന്ന് വിളിക്കുമ്പോ മൂപ്പര് പറയും, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ടാ ആദം സന്തതികളെ ബഹുമാനിച്ചത്? ആദം സന്തതികളെ എന്തുകൊണ്ടാണ് അള്ളാഹു ബഹുമാനിച്ചത്? വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചു. തഫ്സീറുകൾ രേഖപ്പെടുത്തുകയാണ്, അർരിജാല ബില്ലിഹാ വന്നിസാഅ ബിദ്ദവാഇബ്. ആണുങ്ങളെ നല്ല താടി കൊടുത്തിട്ടാണ് അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നത്, പെണ്ണുങ്ങളെ നീളമുള്ള മുടി കൊടുത്തിട്ട് ബഹുമാനിച്ചു. അങ്ങനെ പറയുന്നു. അപ്പൊ പിന്നെ താടി വടിക്കുന്നവർക്ക് ആ ബഹുമാനം ഇല്ലാന്ന് ഉറപ്പല്ലേ? അല്ല പറയുന്നത് അങ്ങനെയാണ്, താടി കൊടുത്തിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ കൊണ്ട് ബഹുമാനിച്ചു. വേറെ ഏതെങ്കിലും ജീവികൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂലല്ലോ? ഇല്ല. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ
മലർന്നു കടന്ന് ഉറങ്ങൽ കൊണ്ട് ബഹുമാനിച്ചു. ബാക്കി എല്ലാ ജീവികളും കമിഴ്ന്ന് കടന്നിട്ടാ ഉറങ്ങുന്നത്. അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാണ്. മലർന്നു കടന്ന് ഉറങ്ങുന്നത് മനുഷ്യൻ മാത്രം. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ മേൽപോട്ട് നോക്കൽ കൊണ്ട്, ആകാശത്തിലേക്ക് നോക്കൽ കൊണ്ട് മനുഷ്യരെ ബഹുമാനിച്ചു. വേറൊരു ജീവിക്കും മേപ്പോട്ട് നോക്കാൻ കഴിയൂലല്ലോ. കഴിയോ? കോഴി വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ തല പൊന്തിക്കാന്നല്ലാതെ മാനത്തേക്ക് നോക്കാൻ ആർക്ക് കഴിയൂല? കോഴിക്ക് കഴിയൂല. അപ്പൊ മനുഷ്യരെ നമ്മൾ ബഹുമാനിക്കുന്നത് വിവിധങ്ങളായ രൂപത്തിലാണ്. വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നു ബിന്നുത്ഖി, സംസാരം കൊണ്ടാണ് നമ്മൾ മനുഷ്യരെ ബഹുമാനിക്കുന്നത്. മറ്റു ചിലർ പറയുന്നു ബിൽ അഖ്ലി, ബുദ്ധി കൊടുത്തിട്ടാണ് ബഹുമാനിക്കുന്നത്. ഏതായാലും ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചു. നമ്മുടെ ബഹുമാനം പറയുമ്പോഴൊക്കെ അല്ല ഉപയോഗിക്കല് ബനു ആദം. ബഹുമാനല്ലാത്തത് പറയുമ്പോ അല്ല ഇൻസാൻ എന്നാ ഉപയോഗിക്കുക. ബഹുമാനം പറയുമ്പോ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കേതാ? ബനു ആദം. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ. ബനു ആദമേ, നിങ്ങൾക്ക് നമ്മൾ നല്ല ഡ്രസ്സ് ഇറക്കി തന്നു. യാ ബനി ആദം ലാ യഫ്തിനന്നകുമു ശൈത്താൻ. ബനു ആദമേ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കരുത്. അപ്പോഴൊക്കെ ബനു ആദം എന്നാ പറയുന്നത്. നമ്മുടെ മോശമായ കാര്യങ്ങൾ പരാമർശിക്കുമ്പോ ബനു ആദം, ആദമിന്റെ മോന് എന്ന് ഉപയോഗിക്കുന്നില്ല, ഇൻസാൻ എന്നാ ഉപയോഗിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ വളരെ വീക്കായിട്ടാണ് പഠിച്ചത്. അപ്പൊ ഇൻസാൻ. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, ബീജത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. ഫഇദാ ഹുവ ഖസീമും മുബീൻ, ഇപ്പൊ അവൻ വലിയ ധിക്കാരിയായി മാറിയിട്ടുണ്ട്. അപ്പോഴും ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് ഇൻസാനാണ്. വകാനൽ ഇൻസാനു കഫൂറാ, മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം പരാജയത്തിലാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, മനുഷ്യൻ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നതാണ്. ഇങ്ങനെ മനുഷ്യനെ മോശമായ അവസ്ഥകൾ പരാമർശിക്കുമ്പോഴൊക്കെ അള്ളാഹു ഉപയോഗിക്കുന്നത് എന്താ? ഇൻസാൻ. മനുഷ്യന്റെ ഗുണങ്ങൾ പരാമർശിക്കുമ്പോഴോ ഖുർആൻ ഉപയോഗിക്കുന്നത് എന്താ? ബനു ആദം, ആദമിന്റെ മോൻ. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായതുകൊണ്ടാണ് എല്ലാ ബഹുമാനവും നമുക്ക് തന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ അല്ലാഹു തആല ബഹുമാനിച്ചിരിക്കുകയാണ്. മനുഷ്യർ ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ മലക്കുകളെക്കാൾ ഉഷാറാവാം. 3 വിഭാഗമായിട്ടാണ്. 1 മലക്കുകൾ, 2 മനുഷ്യർ, 3 മൃഗങ്ങൾ. ഇതിലേറ്റവും ഉന്നതരായവരായ, ഏറ്റവും ഉന്നതർ മനുഷ്യരാ മലക്കുകളെ സ്ഥാനം? പറയ്. മനുഷ്യർക്കല്ലേ? മനുഷ്യർക്കാണ് സ്ഥാനം. ഇതുകൊണ്ടല്ലേ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടക്കാൻ അല്ലാഹു നിയോഗിച്ച വർഗമേതാ? മനുഷ്യവർഗമല്ലേ? അപ്പൊ 1-ാം സ്ഥാനം മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ മലക്കുകളെക്കാൾ അവർക്ക് ഉഷാറായി മാറാം. അതേ സമയത്ത് മനുഷ്യർ അല്ലാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാളും മദപ്പതിക്കും. ഉലൈക കൽ അൻആമി ബൽ ഹും അളല്ലു. ഖുർആൻ പറഞ്ഞില്ലേ, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യർ ധിക്കാരികളായാൽ അവരെ വളരെ തരം താഴ്ത്തും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ മനുഷ്യരായ നമ്മെ അല്ലാഹു തആല ആദരിച്ചിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹ് നമ്മളെ ബഹുമാനിക്കുമ്പോ, അല്ലാഹു നമ്മളെ ആദരിക്കുമ്പോ അല്ലാഹുവിന്റെ ദീന് നമ്മൾ മുറുകെ പിടിക്കണം. സഹോദരങ്ങളെ, ഇപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. സമസ്തക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മളെ കൊണ്ട് ആവുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, ശാരീരികമായിട്ടാണെങ്കിൽ അങ്ങനെ, മാനസികമായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ
പണ്ഡിതന്മാരുടെ ദുആയുണ്ടാകും, ആലിമീങ്ങളുടെ ദുആയുണ്ടാകും. അല്ലാഹു തആല നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇബ്രാഹിം അഷ്റഫിക്ക് ഈ ബഹുമതി കിട്ടിയത്. അദ്ദേഹം അങ്ങനെ എത്ര മൗലവിമാരുണ്ട്, എത്ര ആളുകളുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ് അന്നാ കണ്ടത്. ആ മരിച്ച അന്ന് ഈ ലൈനിൽ, ഈ റോട്ടിൽ തട്ടിച്ചു കൂടിയ ജനസാഗരം. ഇതിന്റെ ഒരു തല റഹീമിയ പള്ളിയിലാണെങ്കിൽ മറ്റേ തല അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. അല്ലാഹു തആലയുടെ അലംഘനീയമായ വിധി. ആ വിധി വന്നപ്പോൾ നമ്മുടെ പ്രിയ സഹോദരനെ നമ്മൾ യാത്രയാക്കേണ്ടി വന്നു. അല്ലാഹു ഇനി അവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ നാം വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംഘശക്തിയും നമ്മുടെ പ്രാസ്ഥാനിക പവറും നമ്മുടെ മാൻ പവറും എല്ലാം അധികാരികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ നമ്മൾ വഴക്കടിക്കാൻ പാടില്ല, ഇപ്പോൾ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പങ്ങൾ പറഞ്ഞ് വിഴുപ്പലക്കാൻ പറ്റൂല. ഈ സമയം നമ്മൾ ഒന്നിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ കാലഘട്ടം ഇസ്ലാമിന്റെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സംഗതികൾ, അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം. ഇത് പുറത്ത് പറയുന്നത് മുത്തലാഖ് എന്നൊക്കെ ഒരു പറച്ചിൽ മാത്ര. എന്താ മുത്തലാഖ്? 3 തൊലാഖ് ചെല്ല. 3 തൊലാഖല്ലല്ലോ ഹറാമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. 1 തൊലാഖ് ചെല്ലിയാൽ തന്നെ തൊലാഖ് പോകും. 3 തൊലാഖ് ചെല്ലല് ഹറാമൊന്നുമില്ല. വിവാഹ ബന്ധം എന്ന് പറഞ്ഞത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ മസ്ലഹത്തുകളും അതിന്റെ മുമ്പുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? തൊലാഖ് ഉണ്ടാവൂലേ? തൊലാഖ് ഉണ്ടാകും. 5 തൊലാഖ് ചൊല്ലിയൊരു കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. 5 തൊലാഖ്. അങ്ങനെ 5 തൊലാഖ് ഒരു ദിവസം 5 തൊലാഖ് ചൊല്ലിയിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി പറയുന്നു. 5 തൊലാഖ് എങ്ങനെ ചൊല്ലിയത്? ഒരാൾക്ക് 4 ഭാര്യമാർ. അപ്പോ ഇയാള് വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ 4 ഭാര്യമാരും കൂടി വഴക്കടിക്കുന്നു. 4 ഭാര്യമാരും കൂടി വഴക്കടിച്ചപ്പോ ഇത് കണ്ട് ഇയാൾക്ക് സഹി കെട്ടില്ല. അയാൾ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, അന്തി തോലിക്കുൻ, നിന്റെ തൊലാക്ക് പോയി. അപ്പൊ മറ്റേ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ എന്തിന് തൊലാക്ക് കൊണ്ട് തന്നെ അദബ് പഠിപ്പിക്കുന്നത്? വേറെ ഏതെങ്കിലും ശിക്ഷ കൊടുത്തുകൂടായിരുന്നോ? നീ ആരടി അത് ചോദിക്കാൻ? നിന്റെ തൊലാക്കും പോയി എന്ന് അവളോട് പറഞ്ഞു. അപ്പോ 3ാമത്തെ പെണ്ണ് പറഞ്ഞ്, ഇന്നഹുമാ കാനത്താ മുഹ്സിനത്തൈനി ഇലൈക, ആ 2 പെണ്ണുങ്ങൾ നിങ്ങളോട് നല്ല സ്നേഹത്തിൽ ജീവിച്ചിരുന്നത്, നിങ്ങൾ എന്തിന് തൊലാക്ക് ചൊല്ലിയത്? വേറെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ചോദിച്ചു, അയ്യത്തുഹൽ മുതഅദ്ദിദത്തു ശമാഇലഹുമാ അൻതി ഐളൻ തോലിക്കുൻ, നീ എന്തിനാ അവരുടെ ഗുണഗണങ്ങൾ എടുത്തു പറയുന്നത്? നിന്റെ തൊലാക്കും പോയി. അപ്പൊ എത്ര തൊലാക്കായി? എത്രയായി? 3ആയി. അപ്പൊ നീ 4ാമത്തെ പെണ്ണ് വന്നിട്ട് പറഞ്ഞ്, ഇപ്പൊ ഞാൻ ഒറ്റക്കായില്ലേ, നിങ്ങൾ എന്റെ കൂട്ടുകാരികളായ 3 ആൾക്കാരും തൊലാക്ക് ചൊല്ലി ഒഴിവാക്കിയില്ലേ, ഞാൻ ഒറ്റക്കായില്ലേ പറഞ്ഞേക്ക് നീയും വേണ്ട, അന്തി ഐളൻ തോലിക്കും, നിന്റെ തൊലാക്കും പോയി. അപ്പൊ 4 പെണ്ണുങ്ങളും തൊലാക്ക് ചൊല്ലി. ഇത് കേട്ടിട്ടാണ് അയൽക്കാരത്തി വന്നത്. അയൽക്കാരത്തി വന്നിട്ട് പറഞ്ഞ്, ഈ 4 പെണ്ണുങ്ങൾ ഞങ്ങൾ നല്ല അയൽക്കാരായിരുന്നു, നിങ്ങൾ എന്തിന് ഇവരെ തൊലാക്ക് ചൊല്ലിയത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുകയാണ്, നീ ആരടി അത് ചോദിക്കാൻ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നേ? നിന്റെ ഭർത്താവ് നിന്റെ തൊലാക്ക് എന്നെ ഏൽപ്പിച്ചാൽ നിന്റെ തൊലാക്കും ഞാൻ ചെല്ലും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അവളെ ഭർത്താവ് ഇങ്ങോട്ട് വന്ന്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാ ഞാൻ ചെല്ലിന്നും പറഞ്ഞു മുപ്പര് ചെല്ലി. 5 തൊലാക്ക് പോയി എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുണ്ടല്ലോ തൊലാക്ക്. മറ്റൊരാള് ഇപ്പോ തൊലാക്ക് ചെല്ലാനുള്ള അധികാരമാർക്കാ? ഭർത്താവിനാണ്. ഭർത്താവ് അത് വേറൊരാളെ ഏൽപ്പിച്ചു, അത് ഭാര്യനെ തന്നെ ഏൽപ്പിച്ചു. നിന്റെ തൊലാക്ക് നിന്നെ ഏൽപ്പിച്ചു. അവള് ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞാ പോയില്ലേ? പോയി എന്നാ മസല ഉള്ളത്. ഇരിക്കട്ടെ, തൊലാക്ക് 1 ചൊല്ലിയാൽ തന്നെ പോകും.
തൊലാക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെല്ലാനുള്ളത് തന്നെയാണ്. എപ്പോഴും ചെല്ലാനുള്ളതെന്നല്ല, അതിന്റെ സമയവും സന്ദർഭവും വന്നാൽ പിന്നെ നമുക്ക് ഒക്കാൻ പറ്റാത്ത ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധി ഘട്ടത്തില് ഈ ഭാര്യനെ വെച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് ക്രൂരതയല്ലേ? അത് ക്രൂരതയാണ്. നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങി, ശ്രദ്ധിക്കാം, ഒരു വണ്ടി വാങ്ങി, എങ്ങനെ നമുക്ക് ഈ വണ്ടി ഓടാൻ പറ്റുന്നില്ല, എന്നാ ഈ വണ്ടി വിൽക്കാൻ പാടില്ല പറഞ്ഞാല് അത് വലിയ മോശമല്ലേ? ആ വണ്ടി വിൽക്കണം. ആ വണ്ടിക്ക് പറ്റിയ വേറെ യാത്രക്കാരുണ്ടാകും, ഓല വണ്ടി ഓട്ടിക്കോളും, നമുക്ക് പറ്റിയ വേറെ വണ്ടി എടുത്തോണ്ടേ. അപ്പൊ തൊലാഖ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെല്ലേണ്ടതാണ്. അതിന്റെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ, പക്ഷെ എങ്കിൽ പോലും 3 തൊലാഖ് ചെല്ലാതിരിക്കണമെന്ന അത്തൊലാഖു മറത്താനി, തൊലാഖ് 2 എന്നാണ് ഖുർആൻ പറഞ്ഞത്. മടക്കിയെടുക്കാൻ പറ്റുന്ന തൊലാഖ് 2 ഇരിക്കട്ടെ. ഇതിന്റെയൊക്കെ പേര് പറഞ്ഞ് ഈ കണ്ട കാലത്തിൽ ഇല്ലാത്ത രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് നേരെ കുതിര കയറാൻ വന്നിരിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് മാംസം തിന്നാൻ പറ്റൂല, ഇറച്ചി തിന്നാൻ പറ്റൂല. കൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു എന്ന് ആ യജുർവേദത്തിലൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാം അമ്പെയ്ത്ത് പോയി കാട്ടിലെ ജീവികളെ തിന്നിരുന്നു, വേട്ടയാടിയിട്ട് എന്നുള്ളത് അവരുടെ വേദങ്ങളിലുണ്ട്. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയങ്ങള്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പുലി, കടുവ പോലോത്ത കാട്ടുജീവികൾ, പുലി, കടുവ, കരടി പോലോത്ത കാട്ടുജീവികൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത് കൂർത്ത പല്ലുകളാണ്. അതെന്തിനാ? മാംസം കൊത്തി വലിക്കാൻ. അവര് സസ്യം തിന്നോ? അവര് സസ്യബുക്കല്ല, അവര് മാംസബുക്കുകളാണ്. അപ്പൊ അവർക്ക് മാംസം തിന്നണം. അപ്പൊ പുലി, കടുവ, കരടി പോലോത്തതിനൊക്കെ കൂർത്ത പല്ലുകൾ കൊടുത്തിരിക്കുകയാണ്. ആട്, പോത്ത്, കാള പോലെയുള്ള ജീവജാലങ്ങൾക്ക് പരന്ന പല്ല കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൂർത്ത പല്ല് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് മാംസം കഴിക്കാൻ പറ്റൂല, പച്ചിലകൾ ചവച്ചരച്ച് കഴിക്കണം. മാംസം കഴിച്ചാൽ അവർക്ക് ദഹിക്കൂല. അപ്പൊ അവർക്ക് അതിനു വേണ്ടിയിട്ട് പരന്ന പല്ലുകൾ 2 സൈഡിലും അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. ആട്, പോത്ത്, കാളയ്ക്ക് ഇങ്ങനെ കൊടുത്തു, പുലി, കടുവ, കരടിക്ക് കൂർത്ത പല്ലും കൊടുത്ത്. മനുഷ്യരായ നമ്മെ അല്ലാഹു തആല പടച്ചപ്പോൾ ഈ 2 സൈഡിൽ പരന്ന പല്ലുകൾ തരുമ്പോൾ ഈ 2 ഭാഗത്ത് അല്ലാഹു തആല കൂർത്ത പല്ല് തന്നിരിക്കുന്നു. അതെന്തിനാ കൂർത്ത പല്ല്? കൂർത്ത പല്ല് മാംസം തിന്നാനാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലേ? ഇറച്ചി കിട്ടിയ ആരും ഇങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ, ഇവിടെ ഇട്ട് കടിച്ച് ശരിയാക്കിയിട്ടല്ലേ കൊണ്ടുപോവുക. അപ്പൊ ഈ 2 സൈഡിൽ കൂർത്ത പല്ല് തരുന്നതും ഈ 2 ഭാഗങ്ങളിൽ പരന്ന പല്ല് തരുന്നത് മനുഷ്യൻ സസ്യബുക്കാണ്, മനുഷ്യൻ മാംസവും കഴിക്കണം എന്നതിന്റെ സൂചനയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിലുണ്ട്, സയ്യിദു ത്വആമി, സ്വർഗത്തിലുള്ള ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മാംസമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം. മനുഷ്യന് മാംസത്തിൽ നിന്ന് കിട്ടാനുള്ള ഗുണങ്ങളും സസ്യത്തിൽ നിന്ന് കിട്ടാനുള്ള ഗുണങ്ങളും ഇത് 2 തിന്നുമ്പോഴാണ് മനുഷ്യന്റെ എല്ലാം വർക്ക് ചെയ്യുക, മനുഷ്യൻ സമ്പൂർണമാകുക എന്നത് വളരെ വ്യക്തമാണ്. അതിന്റെ പേര് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നമ്മുടെ സഹോദരങ്ങളെ അടിച്ചു കൊല്ലുന്ന ഒരവസ്ഥ, വേറൊരു ഭാഗത്ത് ശരീഅത്തിനെതിരെ കടന്നു കയറാൻ ശ്രമിക്കുന്ന മറ്റൊരു ഭീതിജനകമായ അവസ്ഥ. ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാര്, പ്രസ്ഥാന നേതാക്കൾ, അവര് ആത്മാർത്ഥമായി നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെല്ലാം മറന്ന് ദീനിന് വേണ്ടി, ശരീഅത്തിന് വേണ്ടി നാം ഒന്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം അഷ്റഫിയുടെ ജീവിതവും മരണവും അദ്ദേഹത്തിന്റെ ഊണും ഉറക്കും അദ്ദേഹം സമസ്തയുടെ പേരിലായി കഴിച്ചു. അല്ലാഹു അത് കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ.
യത്തീമുകളായ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ശോഭനമായ ബാസുരമായ ഭാവി അള്ളാഹു നൽകുമാറാകട്ടെ. വിധവയായ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് അള്ളാഹു തആല ക്ഷമയും സ്ഥൈര്യവും അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.